ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആന്ധ്ര ഭാഗത്തേക്ക് ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് അവരുടെ തനതായ ഈ ഒരു ഇഡ്ഡലിയുടെ കൂടത്തിൽ കിട്ടുന്ന പൊടിയും അതുപോലെ തന്നെ ഈ ഒരു പുളിയുടെ ഒരു ചട്നിയും നിങ്ങൾ മിസ് ചെയ്യാതെ കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്, ഒരു വേറൊരു വൈബാണ് കേട്ടോ അത് കഴിക്കുമ്പോഴേക്കും. ഈ പൊടി എന്ന് പറയുന്നത് എല്ലാത്തിനെയും കൂടെ ചേർന്ന് പോകും, അതായത് ഊണിൻ്റെ കൂടെയാണെങ്കിലും ഇഡ്ഡലിയുടെ കൂടെയാണെങ്കിലും അടിപൊളിയാണ്. ഞങ്ങൾ തിരുപ്പതി പോയപ്പോൾ സ്റ്റേ ചെയ്തൊരു ഹോട്ടലാണിത്. ഇതിൻ്റെ പേര് റാമി ഹോട്ടൽ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഈ ഒരു ഹോട്ടലിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. തിരുപ്പതിയിൽ മിക്ക ഹോട്ടലിനും പാർക്കിംഗ് സ്പേസ് ഉണ്ടാവില്ല, നമ്മൾ റോഡിലായിരിക്കും പാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ അത് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അത് മാത്രമല്ല, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് DIYയും ഡിമാർട്ടും അങ്ങനെ കുറേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാവുന്ന കുറേ കടകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ലൊക്കേഷനിലാണ് ഈ ഒരു സ്റ്റേ വരുന്നത്. അപ്പോൾ ഞങ്ങൾ കീഴ്ത്തിരുപ്പതിയിൽ നിന്ന് മേളിലേക്ക് പോവാണ്, തിരുമലയിലേക്ക്. അതായത് അമ്പലം സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ഒരു ഫ്ലൈ ഓവറാണിത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീടുകളൊക്കെ കാണാം. പണ്ട് ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ ഇവിടുത്തെ അവസ്ഥ. ഇത്രയും ഡെൻസായിട്ടുള്ളൊരു ഇതൊന്നും ആയിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഇവിടെയുള്ള ലൈറ്റുകൾ കണ്ടോ. തിരുപ്പതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരുപ്പതിയുടെ ഒരു വൈബ് കിട്ടാനായിട്ട് അവിടെയുള്ള ഓരോ പില്ലറിലും ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആ ഒരു തിലകം അതിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടാവും. അതല്ലാതെ ഈ ഒരു ലൈറ്റുകളൊക്കെ ഇല്ലേ, അത് കുറച്ച് സ്പെഷ്യലായിട്ടായിരിക്കും എല്ലായിടത്തും കാണുന്നത്. നമുക്ക് ആ ഒരു ഡിവോഷണൽ വൈബ് കിട്ടും കേട്ടോ നമുക്ക് അവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ. പിന്നെ ഒരു ഭയങ്കര ശാന്തതയാണ്, അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും വിസിറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗരുഡനെ കടന്ന് മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിനി മേളിലേക്ക് അലിപ്പിരിമേട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ ചെക്കിംഗ് ഉണ്ട്. ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു അമ്പലമാണ് തിരുപ്പതി എന്ന് പറയുന്നത്. ഒരിക്കലും ഇവിടെ പോയിട്ടുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും പിന്നെയും പിന്നെയും പോകുന്നു എന്നുള്ളത് 100% ഷുവറാണ്. അത്രയ്ക്ക് നമുക്ക് അഡിക്റ്റഡ് ആയി പോവും ഈ ഒരു തിരുപ്പതിയിലേക്കുള്ളത്. ഞാൻ നേരത്തെ കാണിച്ചൊരു കവാടമില്ല, അതായത് ഗരുഡൻ കഴിഞ്ഞിട്ടുള്ള ഒരു കവാടം, അത് നമ്മൾ കടക്കുമ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കും. അത്രയും ഒരു വൈബാണ് അങ്ങോട്ടേക്ക് കടന്നു കഴിഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞ ചെക്കിങ്ങില്ലേ, അങ്ങോട്ടേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യാൻ പാടില്ല. റീയൂസബിൾ ആയിട്ടുള്ള ബോട്ടിൽസ് മാത്രമേ ഈ ഒരു ചെക്കിങ്ങിൻ്റെ അവിടെ കടത്തി വിടുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് മാക്സിമം അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ ചെക്കിങ് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബാഗിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒന്നും തന്നെ പാടില്ല. അതായത് ആൽക്കഹോള്, സിഗരറ്റ് അങ്ങനെ ഒന്നും തന്നെ ഈ ഒരു കവാടം കടത്തി അവർ വിടില്ല. അവർ സ്കാൻ ചെയ്തിട്ട് മാത്രമേ ഓരോ ലഗേജും ഇതിൽ കൂടി കടത്തി വിടുള്ളൂ. അതുകൊണ്ട് മാക്സിമം ലഗേജസ് കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. കാറിലാകപ്പാടെ ഡ്രൈവർക്ക് മാത്രമേ അവിടെ കൂടി ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ആളെയും പോലീസ് വന്നിട്ട് കാറ് മുഴുവൻ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ലഗേജൊക്കെ സ്കാനറിലൂടെ കടത്തിവിടും. നമ്മൾ ഓരോരുത്തരും അവിടെ ചെക്കിങ് ചെയ്തിട്ടേ അകത്തേക്ക് വിടുള്ളൂ. കാരണം ഇത്രയും ആൾക്കാർ വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ടുള്ള ചെക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചെക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ടോളുണ്ട്, അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും അവർ നമുക്കൊരു പേപ്പർ തരും. അതിൽ എഴുതിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് മേളിലെത്താനായിട്ടുള്ള ടൈമാണ്. ഒരുപാട് ഹെയർ പിന്നുള്ള ഒരു റോഡാണിത്. അപ്പം ആക്സിഡൻ്റ് ഒന്നും ഇല്ലാതിരിക്കാനായിട്ടും പിന്നെ ഓവർ നമ്മൾ സ്പീഡ് എടുക്കരുത്, അതുകൊണ്ടാണ് അവരൊരു മിനിമം ടൈം തരുന്നത്. ഒരു 30 മിനിറ്റാണ് അവർ ഇവിടെ നിന്ന് താഴെ നിന്ന് മേളിലെത്താനായിട്ട് അവരുടെ ഒരു ടൈം. ആ ഒരു ടൈമിൽ അവിടെ എത്തിയാൽ മതി, വേഗം ഓടിപ്പിടിച്ച് അങ്ങോട്ട് പോകണ്ട എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇത് നല്ലൊരു സീനിക് ഡ്രൈവാണ് കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു ഡ്രൈവാണ്. വെറുതെ ഹോൺ അടിക്കേണ്ട ആവശ്യമില്ല, ഇതൊരു വൺ വേ ആണ്. അപ്പോൾ വെറുതെ എന്തിനാണ് ഹോൺ അടിക്കുന്നത്, പതുക്കെ പോയാൽ മതി. ഒരു 28-30 മിനിറ്റ്സ് എടുത്തിട്ട് നമ്മൾ മേളിലെത്തിയാൽ മതി. മേളിലെത്തി കഴിയുമ്പോൾ അവിടെ ഒരു ടോൾ ഗേറ്റ് ഉണ്ട്. അപ്പോൾ മേളിലും അവിടെ ടൈം എൻ്റർ ആകും. അപ്പോൾ നമ്മൾ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ സ്പീഡ് എടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അതുകൊണ്ട് ചെക്കിംഗ് ഉണ്ടെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് പതുക്കെ പോകുന്നതായിരിക്കും നല്ലത്. ബൈ റോഡല്ല നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിൽ വരാം. അപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരുപാട് ട്രെയിൻസ് ഉണ്ട്. മിക്കവാറും ഉച്ചയ്ക്കായിരിക്കും ട്രെയിൻ ടൈമിംഗ് വരുന്നത്. ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിരാവിലെ നിങ്ങൾ തിരുപ്പതിയുടെ അടുത്തുള്ള രേണുകുണ്ട എന്നുള്ള ആ ഒരു സ്റ്റോപ്പിലേക്കാണ് നിങ്ങൾ എത്തുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ടാക്സി ഹയർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് തിരുപ്പതി, അതായത് കീഴ്ത്തിരുപ്പതിയിൽ എത്താം. അവിടെ നിന്ന് വേണമെങ്കിൽ അതേ ടാക്സിയിൽ നിങ്ങൾക്ക് മേളിൽ പോവാം, ഓർ നിങ്ങൾക്ക് ബസ് എടുക്കാം. ബസ്സിന് ഏകദേശം 90 റുപ്പീസൊക്കെയാണ് അഡൾട്ടിന് വരുന്നത്. കുട്ടികൾക്ക് 50 രൂപയാണ്, സീനിയർ സിറ്റിസണിന് 70 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് മേളിലേക്ക് പോകാനായിട്ട്. ഈ ഒരു എറണാകുളം ടു തിരുപ്പതി എന്ന് പറയുന്നത് ഒരു 12-12.5 മണിക്കൂറുള്ള ഒരു ട്രാവലാണ്. അപ്പോൾ നിങ്ങൾക്ക് രാത്രി ആയതുകൊണ്ട് തന്നെ അത്രയും ക്ഷീണം വരില്ല ട്രെയിനിൽ വരാൻ ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലൈറ്റും എടുക്കാം കേട്ടോ. ഫ്ലൈറ്റ് ഏകദേശം ഒരു 4 മണിക്കൂറാണ് ട്രാവൽ ടൈം കാണിക്കുന്നത്. ഏതാണ്ട് ഒരു 5000-6000 രൂപ വരും ഒരാൾക്ക് എറണാകുളം ടു
തിരുപ്പതിയിലേക്ക് വരാനുള്ള ഫ്ലൈറ്റ് ചാർജ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു ഫോറസ്റ്റ് ഏരിയയും കൂടി ആയതുകൊണ്ട് തന്നെ 12 മണി, രാത്രി 12 മണി തൊട്ട് ഒരു 3 മണി വരെ ഇത് ക്ലോസ്ഡ് ആയിരിക്കും മേളിലേക്ക് പോകാനുള്ള വഴി എന്ന് പറയുന്നത്. ആ സമയത്ത് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് 4 വീലർ അവർ കടത്തി വിടില്ല. തിരുമല ടു തിരുപ്പതി ഓടുന്ന ബസ്സുകൾ അല്ലാതെ വേറൊരു ബസ്സാണെങ്കിൽ 12 സീറ്ററിൽ താഴെ ആയിരിക്കണം, 12 സീറ്റർ ഓർ അതിൽ താഴെ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ ഒരു ടോൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കടത്തിവിടില്ല. നിങ്ങൾ 2ആയിട്ടോ 3ആയിട്ടോ സ്പ്ലിറ്റ് ചെയ്തിട്ട് കാറിലോ അല്ലെങ്കിൽ ബസ്സിലോ പോകേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രാവലറിലൊക്കെ പിടിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ 12 സീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതേ വണ്ടിയിൽ നിങ്ങൾക്ക് മേളിൽ പോകാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് വേറെ ടാക്സി ഓർ ബസ് പിടിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അലിപ്പിരിമേട്ടിൽ നിന്ന് നിങ്ങൾക്ക് നടന്ന് മേളിലേക്ക് പോകാവുന്നതാണ്. ഏതാണ്ട് ഒരു 3000-3500 സ്റ്റെപ്സ് ഉണ്ടാവും. അപ്പോൾ ലഗേജൊക്കെ നിങ്ങൾക്ക് ബാഗേജ് കൗണ്ടറിൽ കൊടുത്തിട്ട് മേളിലേക്ക് നടന്നു പോകാവുന്നതാണ്. അതല്ലാതെ അത് ഭയങ്കര ലോങ് ആയിട്ടുള്ളൊരു വഴിയാണ്. ഒരു 3 മണിക്കൂർ ടു 5 മണിക്കൂർ നിങ്ങൾ നടക്കണം. അതല്ലെങ്കിൽ വേറൊരു ഷോർട്ടർ വഴിയുണ്ട് നടക്കാനായിട്ട്. ശ്രീവരിമേട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 2300 സ്റ്റെപ്പാണ് വരുന്നത്. ഏകദേശം ഒരു 2 മണിക്കൂർ നിങ്ങൾ നടക്കേണ്ടി വരും. അലിപ്പിരിമേട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ലോങ്ങർ റൂട്ട് ആണെങ്കിലും ആ വഴി പോകുമ്പോഴേക്കും കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടാവും, മെഡിക്കൽ സ്റ്റോർ ഉണ്ടാവും. അതുപോലെ തന്നെ മേൽക്കൂര പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നടക്കുമ്പോൾ അധികം വെയിലൊന്നും കൊള്ളണ്ട. അതുപോലെ തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മറ്റേതെന്ന് പറയുമ്പോഴേക്കും ഇതെല്ലാം കുറവായിരിക്കും. കുറച്ചും കൂടി സ്റ്റീപ്പറായിട്ടുള്ള റോഡും കൂടിയാണ് നടക്കാനായിട്ട്. സ്റ്റെപ്പുകൾ കുറവാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി സ്റ്റീപ്പറായിരിക്കും ശ്രീവരിമേട്ടിൽ നിന്നുള്ള ആ ഒരു നടക്കുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ കുറച്ചും കൂടി ഒരു ഫോറസ്റ്റ് ഏരിയ കൂടുതലുള്ള രീതിയിലാണ് ആ ഒരു പാത്ത് വരുന്നത്. തിരുപ്പതി അമ്പലത്തിൽ ദർശനത്തിന് പോകുമ്പോൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് പോവുക. 3 മാസം മുമ്പ് നിങ്ങൾ ബുക്ക് ചെയ്യണം. അപ്പോൾ TTDയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മേളിൽ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ധർമ്മദർശനം എന്നും പറഞ്ഞിട്ട് ഉണ്ടാകും. പക്ഷെ അത് ലോങ് ക്യൂ ആയിരിക്കും. അതുപോലെ തന്നെ കുറേ ടൈം എടുക്കും. ഒരു 12 മണിക്കൂറൊക്കെ ചിലപ്പോൾ നിങ്ങൾ ക്യൂവിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ കുട്ടികളും കുറച്ച് പ്രായമുള്ളവരായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ താമസിക്കാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് അവിടെ പോയിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അതും ഇതുപോലെ തന്നെ ലക്ക് പോലെ ഇരിക്കും. നമുക്ക് എവിടെ കിട്ടും, എങ്ങനെയാണ് സ്റ്റേ കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് ലക്ക് പോലെ ഇരിക്കും. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടും നിങ്ങൾ കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വരും. CRO ഓഫീസിലാണ് നിങ്ങൾ ഈ ഒരു സ്റ്റേക്ക് വേണ്ടിയിട്ട് പോയിട്ട് ക്യൂ നിൽക്കേണ്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര പേരുണ്ടെന്നുള്ളതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ എപ്പോഴാണെങ്കിലും പോകുമ്പോൾ ആധാർ കാർഡ് എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ കരുതിയിരിക്കണം. ഒന്ന് നിങ്ങൾക്ക് ഈ ആധാർ കാർഡ് നിങ്ങളുടെ അവിടെ ദർശനത്തിന് പോകുമ്പോൾ അവർ ചിലപ്പോൾ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ലഡ്ഡു കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ആധാർ കാർഡ് വേണം. അപ്പോൾ ഒരു ആധാർ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ലഡ്ഡു മേടിക്കാനായിട്ട് ഈ ഒരു ആധാർ കാർഡ് കാണിച്ചാൽ നിങ്ങൾക്കൊരു 5 ലഡ്ഡു, ചെറിയ 5 ലഡ്ഡു വരെയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തായാലും ആധാർ കാർഡ് കയ്യിലെടുക്കുന്നത് നല്ലതായിരിക്കും. അമ്പലത്തിൽ ദർശനത്തിന് പോകുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ എത്നിക് വെയർ വേണം യൂസ് ചെയ്യാനായിട്ട്. അതായത് ഒന്നെങ്കിൽ സാരി, ധാവണി, ചുരിദാർ യൂസ് ചെയ്യാം. ലെഗിങ്സ് അല്ലാതെ ഉള്ള പാൻറ്റുകൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പട്ടിയാല പോലെയുള്ള ലൂസായിട്ടുള്ള കിടക്കുന്ന പാൻറ്റുകളായിരിക്കും മോസ്റ്റ് പ്രിഫറബിൾ ആയിട്ടുള്ളത്. അതുപോലെ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുണ്ടും ഷർട്ടും ഇടാവുന്നതാണ്. അതുപോലെ തന്നെ മുണ്ട് 2ആം മുണ്ട് ഇടാം. അതുപോലെ തന്നെ കുർത്ത പജാമ ഇടാം. അങ്ങനെയുള്ള എത്നിക് വെയേഴ്സ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ ഷോർട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് തിരുപ്പതിനെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. എനിക്കതൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇനിയും ഇതുപോലുള്ള വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.